ഈ വീഡിയോയിൽ എന്താണുള്ളതെന്നുള്ളതിനൊരു ക്വിക്ക് റീക്യാപ്പ് തരാം. ഇതൊരു ജേർണലിംഗ് വീഡിയോ ആണ്. ആദ്യമേ പറഞ്ഞേക്കാം, നിങ്ങളെ ഇംപ്രസ് ആക്കാൻ മാത്രമുള്ള ജേർണൽ സപ്ലൈസ് ഒന്നും തന്നെ ഞാനിതിൽ യൂസ് ആക്കിയിട്ടില്ല. കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യുന്ന ഒരു ജേർണലാണ്. ടു ബി ഹോണസ്റ്റ്, ജേർണൽ സപ്ലൈസ് ഒന്നും എൻ്റെ ഇല്ല. അതുകൊണ്ടാണ് ഞാനൊന്നും യൂസ് ആക്കാറ്. ആൻഡ് ഓൾസോ ഇതിൽ എൻ്റെ കമന്റ് ബോക്സിൽ പേര് കമന്റ് ചെയ്ത എല്ലാവരുടെയും പേര് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഗൈസ്. ഞാൻ ഇത്ര റെസ്പോൺസ് ഒന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇതിൽ ഞാൻ കടയിൽ നിന്ന് കിട്ടണ ബ്രൗൺ പേപ്പർ കവർ ഇല്ലേ, അതും പിന്നെ നോട്ട്ബുക്കിന്റെ പേജസും മെയിൻലി കളറും ഒക്കെ വെച്ചാണ് ജേർണലിംഗ് ചെയ്തേക്കുന്നത്. കൂടുതലും യൂസ് ആക്കിയേക്കുന്നത് ഡോംസിന്റെ ബ്രഷ് പെന്നാണ്. എന്നെപ്പോലെ മടിയുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയ ഒന്നാണ്. ആകെ തുടക്കത്തിലെ ബ്രൗൺ അടിക്കുന്നത് വാട്ടർ കളർ ആണെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഫുൾ ബ്രഷ് പെന്നാണ് യൂസ് ചെയ്തേക്കുന്നത്. ബ്രഷ് പെൻ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും യൂസ് ചെയ്താൽ മതി. സ്കെച്ചോ കളർ പെൻസിലോ എന്താണേലും യൂസ് ആക്കാം. എനിക്കങ്ങനെ ഒരുപാട് റിക്വസ്റ്റുകളൊന്നും വരാറില്ല. അങ്ങനെ ഒരു വന്ന റിക്വസ്റ്റ് ആണ് ജേർണലിംഗ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ തന്നെ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് ഒരു കോഫി തീം കോഫി ആണെങ്കിലും എനിക്കിഷ്ടം ചായ കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നൊന്ന് കമന്റ് ചെയ്യണം. ഞാൻ അതെന്റെ കൊച്ചു നോട്ട് പാഡിൽ സ്കെച്ച് ചെയ്ത് വെച്ചതായിരുന്നു. ബട്ട് ഒറിജിനലി ചെയ്ത് വന്നപ്പോൾ ആ സ്കെച്ചും ഇതും തമ്മിൽ യാതൊരു സാമ്യമില്ല. ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോയി. ഞാൻ അത്ര വലിയ ജേർണലിംഗ് പേഴ്സൺ ഒന്നും അല്ല. വല്ലപ്പോഴും മൂഡ് ശരിയില്ലാത്ത ജേർണലിംഗ് ചെയ്യുന്നല്ലാണ്ട് ഞാൻ ഈ പണിക്ക് നിൽക്കാറില്ല. അല്ലേ വല്ല ആരുടെയും ജേർണൽ കണ്ട് ഇൻസ്പയർഡ് ആകണം എന്നും പറഞ്ഞ് ഇതെന്റെ ഫസ്റ്റ് ജേർണലിംഗ് അല്ല കേട്ടോ. ഇതിപ്പോ ഞാനൊരു 2 കൊല്ലം മുമ്പുള്ള ഡയറിയിലാണ് ജേർണലിംഗ് ചെയ്യണേ. ബട്ട് കുറച്ചാൾ മുമ്പ് ഞാനൊരു ജേർണൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പഴയ നോട്ട്ബുക്കിന്റെ പേജൊക്കെ വെച്ച് കട്ടൻ ചായയിലിട്ട് വിന്റേജ് മോഡലാക്കി എടുക്കുന്ന ഒരു പരിപാടിയില്ലേ, അതുപോലെ ആയിരുന്നു. അതിലും കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെയാണ് ഞാൻ ജേർണലിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. അതിപ്പോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കോമഡിയാണ്. ജേർണൽ സപ്ലൈസ് മേടിച്ച് ഇതുവരെ ഞാൻ ജേർണലിംഗ് ചെയ്തിട്ടില്ല. ഇനി അങ്ങനെ എങ്ങാനും ഉണ്ടാവുകയാണെങ്കിൽ അതൊരു ചരിത്രമായിരിക്കും. ലോങ് വീഡിയോ ആക്കണമെന്ന് വിചാരിച്ചെടുത്തതല്ല ഈ വീഡിയോ ശരിക്കും. എന്നിട്ട് ഞാനിത് എന്തെങ്കിലും ലോങ് വീഡിയോ ആക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജേർണലിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് നോക്കി ചെയ്യാലോ എന്ന് വെച്ചിട്ടാണ്. എൻ്റെ ഈ എഫേർട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കണേ. ജേർണലിംഗ് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ജേർണലിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇടാവോ? എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർക്ക് നിങ്ങളുടെ പിക്ചേഴ്സ് എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത ഒരു ജേർണലിന്റെ ഫോട്ടോ ആയാലും മതി. ഈ ജേർണലിൽ വരയ്ക്കാനുള്ള പിക്ചേഴ്സിന്റെ റെഫറൻസ് ഞാൻ കുറച്ച് പിൻട്രസ്റ്റ് നോക്കി തപ്പിയെടുത്തിട്ടാണ് വരച്ചേക്കണത്. ഐഡിയാസ് ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ ചുമ്മാ പിൻട്രസ്റ്റിൽ കയറി സ്ക്രോൾ ചെയ്യും. അപ്പൊ എന്തേലൊക്കെ ഐഡിയാസ് കിട്ടും. ലാസ്റ്റ് വീഡിയോയുടെ കമന്റ് ബോക്സിൽ പേര് കമന്റ് ചെയ്യാൻ പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയപ്പോൾ ഞാൻ തന്നെ ഒന്ന് ഞെട്ടി. ശരിക്കും നിങ്ങൾ എന്നെ ഞെട്ടിച്ചു ഗൈസ്. ആദ്യമായിട്ട് എനിക്ക് ഇത്ര കമന്റ് കിട്ടണേ. എല്ലാവരും നിങ്ങളുടെ പേര് കമന്റ് ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ലായിരുന്നു. മാക്സിമം എല്ലാവരുടെ പേരും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്ക്. അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സാധാരണ ഞാൻ ഷോർട്ട് വീഡിയോസ് ആണ് ഇടാറ്. ലോങ് വീഡിയോ ഇട്ടാലും എത്ര പേര് കാണും, ലൈക്ക് ചെയ്യും എന്നൊന്നും എനിക്കൊരു പിടുത്തവുമില്ല. എങ്കിലും ഈ പേര് ഇൻക്ലൂഡ് ചെയ്ത 26 പേരുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കമന്റ് ഇടണ തിരക്കിന്റെ ഇടയിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മുടെ കോഫി ജേർണൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജേർണൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കല്ലേ.